കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിലെ ഏറ്റവും പ്രധാന ഇടമാണ് പൂഞ്ഞാർ തെക്കേക്കര. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളും അനന്തമായ വികസന സാധ്യതകളുമുള്ള ഇടമാണ് ഈ ഗ്രാമപഞ്ചായത്ത്. തെക്കേക്കരയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം പ്രധാന പരിഗണന നൽകുന്ന വിഷയങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രസിഡന്റ് മിനർവ മോഹൻ. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂഞ്ഞാർ തെക്കേക്കര തികച്ചും ഗ്രാമീണമായുള്ള ഒരു പ്രദേശമാണ്. അവിടേക്കാണ് BJP ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. NDA അധികാരത്തിലേക്ക് എത്തിയത്. ഒരുപാട് വികസന പ്രശ്നങ്ങൾ, ഒരുപാട് വെല്ലുവിളികൾ മുന്നിലുണ്ട്. എങ്ങനെയാണ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് ശേഷമുള്ള ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഈ ഒരു സമഗ്രമായ ഒരു വികസനം എങ്ങനെയാണ്? പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് ഇന്ന് NDAയുടെ അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം പൂഞ്ഞാർ തെക്കേക്കര എന്ന് പറയുമ്പോൾ നമുക്ക് വികസന സാധ്യതകൾ ഏറെയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇപ്പം നമുക്ക് ഏറ്റവും പ്രാധാന്യമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ടൂറിസം രംഗത്തെ ഒരു വികസനമാണ്. അതായത് യുവാക്കളുടെ ഇടയിലുള്ള തൊഴിൽ സാധ്യതകൾ കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും നമ്മളുടെ കുട്ടികൾ കൂടുതലായിട്ട് വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതൊന്ന് നിർത്തുന്നതിനും വേണ്ടി നമ്മൾ ടൂറിസം രംഗം കൂടുതലായിട്ട് വികസിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പൂഞ്ഞാറിന് ഒരു കളിക്കളം നിർമ്മിക്കുക എന്നുള്ളത് നമ്മൾ വലിയൊരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ കാർഷിക രംഗത്ത് നൂതനമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവന്നുകൊണ്ട് കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുക. തന്നെയുമല്ല കുടുംബശ്രീ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ ഊർജിതമാക്കിക്കൊണ്ട് സ്ത്രീകളുടെ സ്വയം തൊഴിൽ സംരംഭങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിനെ എല്ലാ മേഖലകളിലും വികസനത്തിലെത്തിച്ചുകൊണ്ട്, അതായത് നമ്മുടെ നരേന്ദ്രമോദിയുടെ വികസിത ഭാരതത്തിന്റെ അടിസ്ഥാന ഘടകമായ ഈ ഗ്രാമപഞ്ചായത്തിനെ വികസിത പൂഞ്ഞാർ തെക്കേക്കരയായി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത്. അപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ അധികാരത്തിലെത്തിയതിൽ ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ എല്ലാ പ്രവർത്തകർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ കേന്ദ്ര സർക്കാർ ഒരുപാട് പദ്ധതികൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുന്നുണ്ട്. അതൊന്നും തന്നെ പലപ്പോഴും പലയിടങ്ങളിലും എത്തുന്നില്ല. ഇടങ്ങൾ എത്തുന്നതാകട്ടെ പേര് മാറ്റി. ശരിക്കും പരമാവധി പദ്ധതികൾ ഈ ഒരു ഗ്രാമീണ മേഖലകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ സമഗ്ര മേഖലയിലും എത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവും. അപ്പം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളും ജനങ്ങൾ അറിയാതെ പോകുന്നു. പലതും സംസ്ഥാന ഗവൺമെന്റിൻ്റെതായി തെറ്റിദ്ധരിക്കപ്പെടുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിക്കൊണ്ട് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെല്ലാം പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്, ഇനിയും ഏതെല്ലാം മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും എന്നെല്ലാം ബോധവൽക്കരിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം തീർച്ചയായിട്ടും നടത്താൻ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും കൃത്യമായ ഒരു ലക്ഷ്യം, അതോടൊപ്പം തന്നെ കൃത്യമായ ഒരു പ്ലാന്, പൂഞ്ഞാർ തെക്കേക്കരയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിനുള്ള കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ആക്കിക്കൊണ്ടാണ് അധികാരത്തിലേക്ക് കയറുന്നത്. ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാകും വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ് മിനർവ മോഹൻ നൽകുന്നത്.